ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു കാലത്ത് യൂത്തിനിടയിൽ അയാൾ ഉണ്ടാക്കിയ ഓളം ഇന്നും ആർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഉണ്ടാക്കാൻ കഴിയുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. അത്തരത്തിൽ നിവിൻ പോളി നായകനായി എത്തി ഒരുപാട് കാലത്തിനിപ്പുറം തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് സർവമായ. സത്യം പറയാലോ, ഒരുപാട് കാലത്തിന് ശേഷം ആ പഴയ നിവിൻ പോളിയെ ഒരിക്കൽ കൂടി കാണാൻ പറ്റിയത് ഈ ഒരു സിനിമയിലൂടെയായിരുന്നു. എന്റെ മുഖത്ത് എന്താ ക്ലാവ് പിടിച്ചിട്ടുണ്ടാ? എനിവേ, പറഞ്ഞു വന്നത് നിവിൻ അജു വർഗീസ് കൂട്ടുകെട്ടിലൊരുങ്ങി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഈ വരുന്ന ആഴ്ച, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ജനുവരി 30 വെള്ളിയാഴ്ച ഈ ഒരു സിനിമ മലയാളം ഉൾപ്പെടെ അറൗണ്ട് 5ഓളം ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ ഒഫീഷ്യൽ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിനായി. ഈ കാത്തിരിപ്പിന്റെ ഒരു പേരില്ലേ, അതൊരു സുഖ. മനുവിന്റെ സംവിധാനത്തിൽ മലയാളത്തിൽ ഒരുങ്ങിയ ഒരു 18+ സീരീസ് ആണ് അക്ക. കംപ്ലീറ്റ് അഡൽട്ട് ജേണലിൽ പെടുന്ന ഈ ഒരു മലയാളം സീരീസ് ഫെനി സീരീസ് എന്ന ആപ്പ് വഴി ഏതാണ്ട് 35 മിനിറ്റിനടുത്ത് ദൈർഘ്യം വരുന്ന ഫയല് മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ കടി തീർക്കാൻ പറ്റിയ മറ്റൊരു സീരീസും കൂടി പാൽപായസം, നാൻസി, അങ്ങനെ ഒട്ടനവധി അഡൽട്ട് മലയാളം സീരീസുകളുടെ ഡയറക്ടറാണ് ലക്ഷ്മി ദീപ്ത. അത്തരത്തിൽ ലക്ഷ്മി ദീപ്ത നായികയെത്തിയ ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ് നീരാട്ട്. അപ്പോൾ ഈ ഒരു ലക്ഷ്മി ദീപ്തയുടെ നീരാട്ട് എന്ന വീഡിയോ അവരുടെ സൈറ്റ് വഴി റിലീസ് ആരംഭിച്ചിട്ടുണ്ട്. സംഭവം എങ്ങനെയാണ് കാണുക എന്ന് നോക്കിയാൽ ലക്ഷ്മി ദീപ്തയുടെ ഇൻസ്റ്റയിൽ ഇവരുടെ സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെയ്ഡ് ആണ്, അതായത് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് കണ്ട് കടി തീർക്കാം എന്ന്. ഒരു കാലത്തെ സത്യനന്ദിക്കാട് സിനിമകൾ, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ചില രസകരമായ മുഹൂർത്തങ്ങൾ. സത്യം പറയാലോ, ആ കാലത്തെ സിനിമയും ആ പഴയ സിനിമാ താരങ്ങളും ഒരിക്കലും തിരിച്ചു വരാത്ത മലയാള സിനിമയുടെ ഏറ്റവും സുവർണ കാലഘട്ടം. എൻ്റെ ഒരു ടീം എന്ന് പറയാൻ മൊത്തം പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. ലീഡ് ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും സിനിമ ചെയ്യാന്നുള്ള ഒരു ധൈര്യം, ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടാവുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ കഥാപാത്രങ്ങളുടെ മുഖങ്ങളില്ലാതായിരുന്നു. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ലാലേട്ട നായകനായി എത്തിയ മലയാള ചിത്രമാണ് ഹൃദയപൂർവ്വം. അപ്പോൾ ഈ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മലയാള സിനിമ നാളെ ജനുവരി 25 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഈ ഒരു സിനിമ ഏഷ്യാനെറ്റ് വഴി ടെലിവിഷൻ പ്രീമിയർ ചെയ്യുമെന്ന് ഒരു പ്രോമോ വഴി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വെറുതെ കാലം നീട്ടി ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചിത്രം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വർഷം മലയാള സിനിമയും അതുപോലെ ഓരോ ലാലേട്ടൻ ആരാധകനും വൻ ഹൈപ്പോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3. ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസം തിയേറ്ററുകളിൽ എത്തുന്ന ഈ ഒരു ദൃശ്യം 3യുടെ OTTയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ വിതരണാവകാശങ്ങളെല്ലാം പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കുകയും സിനിമയുടെ OTT റിലീസ് എല്ലാം അജയ് ദേവഗണിന്റെ ഹിന്ദി പതിപ്പായ ദൃശ്യം 3യുടെ റിലീസിന് ശേഷം മാത്രമായിരിക്കും മലയാളം ദൃശ്യം 3 OTT റിലീസ് ചെയ്യുകയുള്ളെന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മലയാളം ദൃശ്യം 3യുടെ തിയേറ്റർ റിലീസിന് ശേഷം ഒരു 7-8 മാസത്തോളം കാത്തിരിക്കേണ്ടി വരും സിനിമയുടെ OTT റിലീസിന് വേണ്ടി. കൂടാതെ ഏപ്രിൽ മാസം 2 തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ദൃശ്യം 3ക്ക് വേണ്ടിയാണോ അതോ വാഴ 2ക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. കൂടാതെ ഇന്നും ഈ അടുത്തുമായി OTT റിലീസ് ആരംഭിച്ച സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോക്കിക്കാം. ഒന്നാമത്തേത് ശേഷിപ്പ് എന്നൊരു മലയാള ചിത്രം സൺനെക്സ്റ്റ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് കിച്ച സുദീപ് നായകനായി എത്തിയ മാർക്ക് എന്ന കന്നഡ ചിത്രം മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് സിറൈ എന്നൊരു തമിഴ് ചിത്രം മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ C5 വഴി റിലീസ് ആരംഭിച്ചിട്ടുണ്ട്.